ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ആ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണല്ലേ പഠിച്ചത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. എഴുതിക്കോളാം, ഹെഡിങ് എഴുതിക്കോളാം. ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ഐശ്വര്യ ഇതിട്ടെ സ്വിച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. Integral sin square 2x plus 5 dx. This is a question. എഴുതിയോ? എങ്ങനെ ചെയ്യാം? സൈൻ സ്ക്വയർ എക്സിന്റെ എന്തെങ്കിലും ഐഡന്റിറ്റീസ് അറിയാമോ? സൈൻ സ്ക്വയർ എക്സ് എന്താന്ന് വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? കോസ് 2x ഈക്വൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? കോസ് 2x ഇക്വേഷൻ. ഇതേന്ന് സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ എന്ന് കണ്ടുപിടിച്ചേ. 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൈനസ് 2 സൈൻ സ്ക്വയർ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2 സൈൻ സ്ക്വയർ എക്സ് അല്ലേ? സോ 1 മൈനസ് കോസ് 2x അല്ലേ? സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ 1 മൈനസ് കോസ് 2x ബൈ 2. അപ്പോൾ സൈൻ സ്ക്വയർ 2x പ്ലസ് 5 നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 1 മൈനസ് കോസ് ഓഫ് 2 into 2x plus 5 by 2 dx അല്ലേ? അതായത് ഇന്റഗ്രൽ 1 മൈനസ് കോസ് 4x plus 10 by 2 dx ഇങ്ങനെ എഴുതാം അല്ലേ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളതേ ഉള്ളൂ അല്ലേ? ഇനി ഈ 1/2 എന്താ? കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പൊ എന്ത് കിട്ടും? 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇന്റഗ്രലിന് പുറത്തെടുക്കാം. 1 മൈനസ് കോസ് 4x plus 10 dx അല്ലേ? ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് സ്പ്ലിറ്റ് ചെയ്യുക, ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ 1/2 ഹോൾ ബ്രാക്കറ്റ് ഇന്റഗ്രൽ 1 dx മൈനസ് ഇന്റഗ്രൽ കോസ് ഓഫ് 4x plus 10 dx അല്ലേ? 1/2 പുറത്ത് എഴുതുക. ഇന്റഗ്രൽ 1 dx എന്താ? ഇന്റഗ്രൽ 1 x മൈനസ് ഇന്റഗ്രൽ കോസ് 4x plus 10 dx. കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് സൈൻ എക്സ് ആണോ? സൈൻ എക്സ് ആണ്. അപ്പൊ കോസ് 4x plus 10 ഇന്റഗ്രൽ എന്താ? സൈൻ 4x plus 10. കഴിഞ്ഞോ? ഇതേ ഉള്ളോ? ഡിവൈഡഡ് ബൈ 4xന്റെ ഡെറിവേറ്റീവ് 4 അല്ലേ? അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പ്ലസ് സി അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x/2 മൈനസ് സൈൻ ഓഫ് 4x plus 10 ഡിവൈഡഡ് ബൈ 8 പ്ലസ് സി. കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ?
ഇല്ല, എഴുതിക്കോട്ടോ. കഴിഞ്ഞ കഴിഞ്ഞോ ജ്യോതിസേ? കംപ്ലീറ്റ് ചെയ്തോ? ജ്യോതിസ് എന്താ ക്ലാസ്സിൽ വരാതിരുന്നേ? ക്ലാസ്സിൽ എന്താ വരാതിരുന്നേ? ചുമ. എക്സാം കഴിഞ്ഞോ? എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണോ? നാളെയും കൂടി ഉണ്ട്. നാളെ എന്ത് എക്സാമാ? CS. മാത്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രശ്നമില്ലായിരുന്നോ? നല്ലതായിരുന്നോ? എന്തോ കേട്ടില്ല. ടഫായിരുന്നോ? കുറച്ച് ടഫായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ sin 3x cos 4x dx. ഇതെങ്ങനെ ചെയ്യും? ഇന്റഗ്രൽ sin 3x cos 4x dx. എങ്ങനെ ചെയ്യും? sin x cos y എന്തെങ്കിലും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? എന്താ? 2 sin x cos y എന്നായിരിക്കും പഠിച്ചേക്കുന്നത്. 2 sin x cos y ഈക്വൽ എന്തായിരുന്നു? sin x plus y plus sin x minus y. Okay, which is equal to, പറഞ്ഞേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. നമുക്കിവിടെ sin x cos y മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈക്വൽ ഈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും. 1/2 sin x plus y plus sin x minus y അല്ലേ? പറഞ്ഞേ. ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1/2 sin എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 3x അല്ലേ? സോ 3x plus 4x plus sin 3x minus 4x dx, which is equal to integral 1/2 sin 3x plus 4x എന്ന് പറഞ്ഞാൽ 7x plus 3x minus 4x എന്ന് പറഞ്ഞാൽ -x. sin of -x എന്ന് പറഞ്ഞാൽ എന്താ?
മൈനസ് സൈൻ എക്സ് ആണ്. സോ മൈനസ് സൈൻ എക്സ് ഡി എക്സ് അല്ലേ. ഇനി 1/2 ഇൻ്റഗ്രലിന് പുറത്തെടുക്കാം. പറഞ്ഞേ, ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. സൈൻ 7x ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് which is equal to 1/2 integral sin 7x എന്താ, കോസ് ആണോ, മൈനസ് കോസ് 7x ഡിവൈഡഡ് ബൈ 7 അല്ലേ, മൈനസ് സൈൻ എക്സിന്റെ കോസ് എക്സ് പ്ലസ് സി. കാരണം നമുക്ക് സൈൻ 3x കോസ് 4x മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ 2 സൈൻ എക്സ് കോസ് വൈ ആണ്, അവിടെ 2 ഇല്ല. കഴിഞ്ഞ ജ്യോതിസ് കംപ്ലീറ്റ് ചെയ്തോ? Next question. Integral cos 2x, cos 4x, cos 6x dx. എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു കോസ് എക്സ് കോസ് വൈ. ഇക്വേഷൻ എന്താ? കോസ് എക്സ് കോസ് വൈ. എന്താ ലേറ്റ് ആയ? കോസ് എക്സ് കോസ് വൈ ഇക്വേഷൻ എന്താ? 2 cos x cos y ഇക്വേഷൻ എന്താ? cos x plus y plus cos x minus y. ഇതാണ് 2 cos x cos y ഇക്വേഷൻ. പക്ഷേ ഇവിടെ നമുക്ക് എന്താ? cos 4x cos 6x ഇന്റഗ്രൽസ് ആണ് കേട്ടോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ ഇന്റഗ്രൽസിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ.
നമ്മൾ ആദ്യത്തെ 2 എക്സസൈസ് കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെ എക്സസൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ചെയ്യണത്. 1/2 ഒന്ന് ചെയ്തേ. ഈ രണ്ടെണ്ണാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ചെയ്തേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. അപ്പോൾ നമുക്കറിയാം 2 cos x cos y ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? cos x പ്ലസ് വൈ പ്ലസ് cos x മൈനസ് വൈ ആണ്. അപ്പോൾ cos x cos y ഇക്വേഷൻ എന്താ പറഞ്ഞേ? ഇവിടെ മൾട്ടിപ്ലൈ നിൽക്കുന്ന 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും. അപ്പോൾ അതിന് എനിക്ക് 1/2 എന്ന് എഴുതാമല്ലോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നതും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്നത് സെയിം ആണ്. സോ 1/2 cos x പ്ലസ് വൈ പ്ലസ് cos x മൈനസ് വൈ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഈ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് ആ എക്സ്പാൻഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പറഞ്ഞേ. അപ്പൊ ഇന്റഗ്രൽ cos 2x cos 4x cos 6x എന്താ? 1/2 cos 10x മൈനസ് 2x അല്ലെ? cos ഓഫ് മൈനസ് എക്സ് എന്ന് പറയാൻ cos x തന്നെയാണ്. അപ്പൊ cos ഓഫ് മൈനസ് 2x എന്ന് പറയാൻ cos 2x തന്നെ അല്ലെ? dx ഇങ്ങനെയല്ലേ കിട്ടുക? ഈ 1/2 എനിക്ക് ഔട്ട്സൈഡ് ഇന്റഗ്രൽ എടുക്കാമല്ലോ. which is equal to 1/2 integral cos 2x into cos 10x plus cos 2x dx അല്ലേ? which is equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 1/2 integral cos 2x cos 10x plus cos 2x cos square 2x dx എന്ന് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അത്രേ ചെയ്തുള്ളൂ. കിട്ടിയോ? ഇനി എന്ത് ചെയ്യുക? ഈ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുക. പ്ലസ് 1 എടുത്ത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 1/2 ഇന്റഗ്രൽ cos 2x cos 10x dx plus integral cos square 2x dx. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഇനി ഇത് ചെയ്തേ. ഇതേ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്തേ.
കഴിഞ്ഞോ? ഇത്രയും കഴിഞ്ഞോ അതോ ഫുള്ള് ചെയ്ത് കഴിഞ്ഞോ? ഇത്രയും കഴിഞ്ഞു. ഇനി അത് എക്സ്പാൻഡ് ചെയ്തേ. കോസ് ടു എക്സ് കോസ് 10x dx എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ എന്താ കിട്ടിയേ? നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ സോൾവിങ് സെപ്പറേറ്റ്ലി. ഇന്റഗ്രൽ കോസ് 2x കോസ് 10x dx. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1/2. 1/2 എനിക്ക് ഇന്റഗ്രലിന് പുറത്ത് എഴുതാമല്ലോ. കോസ് എക്സ് പ്ലസ് വൈ, അതായത് 2x പ്ലസ് 10x 12x പ്ലസ് cos x minus y 2x minus 10x minus 8x ആണ്. അപ്പൊ cos of minus 8x എന്ന് വരും. നമുക്കറിയാം cos of minus x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos x ആണ്. So we can write it as cos 8x plus cos 8x dx which is equal to 1/2 into integral cos ഇതിനെ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാം. cos 12x dx plus integral cos 8x dx അല്ലേ? which is equal to 1/2 പറഞ്ഞേ. ഇന്റഗ്രൽ cos 12x dx. ഇന്റഗ്രൽ cos x എന്താ? sin x. അപ്പോൾ ഇന്റഗ്രൽ cos 12x എന്താ? sin 12x. കഴിഞ്ഞോ? ഇത്രയല്ലോ. ഡിവൈഡഡ് ബൈ 12. cos 12x ന്റെ sin 12x പിന്നെ 12x ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഡിവൈഡ് ഇറ്റ് വിത്ത് 12 പ്ലസ് cos 8x. ഇന്റഗ്രൽ cos 8x sin 8x by 8 പ്ലസ് C1. C ആണ്, പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് ടേംസ് ഉണ്ട്. ഒരു ടേമിന്റെ കൂടെ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഐ പുട്ട് C1. ഇത്രയും എഴുതി കഴിഞ്ഞോ? ഇത്രയും ചെയ്തോ? ചെയ്തേ. ചെയ്യില്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തത് കേട്ടോ. കഴിഞ്ഞോ? കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എന്താ നമുക്കുള്ള ഒരു ഇന്റഗ്രൽ കോസ് സ്ക്വയർ 2x ഉണ്ട് അല്ലേ? നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 1/2 ഇന്റഗ്രൽ കോസ് 2x കോസ് 10x dx പ്ലസ് ഇന്റഗ്രൽ കോസ് സ്ക്വയർ 2x dx. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഇന്റഗ്രൽ കോസ് സ്ക്വയർ 2x dx അല്ലേ? ഇനി കോസ് സ്ക്വയർ 2x നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 2x ഇക്വേഷൻ ഉണ്ട്.
കോസ് സ്ക്വയർ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? കോസ് 2x is equal to 2 cos square x minus 1. ഇനി എനിക്കിതാ ഈ കോസ് സ്ക്വയർ എക്സ് മാത്രം മതി, അല്ലെങ്കിൽ 2 കോസ് സ്ക്വയർ എക്സ് എടുക്കുക. 2 കോസ് സ്ക്വയർ എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം? ഈ -1 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ അല്ലേ? അപ്പൊ കോസ് 2x പ്ലസ് 1. ഇനി കോസ് സ്ക്വയർ എക്സോ? കോസ് 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇത് കോസ് സ്ക്വയർ എക്സ് ആണ്. കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് 2x പ്ലസ് 1/2. അതായത് ഇവിടെ എക്സ് ആണെങ്കിൽ അതിന്റെ ഇരട്ടി, അതായത് ട്വൈസ് വേണം ഇവിടുത്തെ ആംഗിൾ വരാൻ അല്ലെ? കോസ് 2x എന്നിട്ട് എന്ത് ചെയ്യുക? അതിനോട് 1 ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡ് വിത്ത് 2. നമുക്ക് ഇവിടെ എന്താ വേണ്ടേ? കോസ് സ്ക്വയർ 2x ആ വേണ്ടേ? ഇവിടെ കോസ് സ്ക്വയർ എക്സ് ആയിരുന്നു, ഇവിടെ കോസ് സ്ക്വയർ 2x ആണ്. എന്താണ് ഇവിടെ എക്സ് വരുമ്പോൾ ഇവിടെ 2x വരണം. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ 2x എന്താ വരണ്ടേ? കോസ് 4x. cos 4x plus 1/2. Okay, which is equal to integral cos 4x plus 1/2 dx. 1/2 നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഇന്റഗ്രൽ cos 4x plus 1 dx, which is equal to 1/2 integral cos 4x dx plus integral 1 dx. സ്പ്ലിറ്റ് ചെയ്തു. ബാക്കി ചെയ്യാവോ? ഡെറിവേഷൻ വേണ്ട. ഡിറൈവ് ചെയ്ത് ചെയ്യാനാ? അങ്ങനെ ചെയ്യണത് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് അറിയണം. നിങ്ങൾ 11th പഠിച്ചിട്ടുള്ളതല്ലേ ഇത്? ആ ഇക്വേഷൻസ്, ഡെറിവേഷൻ അറിയണം. ഡെറിവേഷൻ ആണോ അറിയാവുന്നത്? അത് പഠിച്ചാ മതി. അതായത് ഇത് പഠിച്ചിരുന്നാ മതി. അതിൽ നിന്ന് നമുക്ക് എന്താ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതപ്പൊ ചെയ്താൽ മതി, ചെയ്ത് നോക്കിയാൽ മതി. വേണ്ട, ആ മെയിൻ ഇക്വേഷൻ പഠിക്കണം. ബാക്കി നമുക്ക് അപ്പൊ ചെയ്യാവുന്നേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ നമ്മൾ മാറ്റിയെടുത്താൽ മതി നമുക്കുള്ള ഇക്വേഷൻ. കഴിഞ്ഞോ? Which is equal to 1/2 integral cos 4x dx. എന്താ integral cos 4x? sin 4x by 4 plus integral 1 dx x plus c2. ഇങ്ങനെയല്ലേ കിട്ടിയേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. എന്താ കിട്ടുക? which is equal to 1/2 into integral cos 2x cos 10x dx. എന്താണെന്നാ കിട്ടിയേ? അതല്ലേ? 1/2 into sin, അല്ലെങ്കിൽ ഇത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാമല്ലോ. sin 12x by 24
പ്ലസ് സൈൻ 8x/16 കിട്ടിയല്ലോ. C1 എഴുതുന്നില്ല. പ്ലസ് ഇന്റഗ്രൽ കോസ് സ്ക്വയർ 2x/dx എത്രയാ കിട്ടിയേ? 1/2 സൈൻ 4x/4 പ്ലസ് 6. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ 4x/4 8 പ്ലസ് x/2 പ്ലസ് c. കുഴപ്പമില്ലല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 12x/28 പ്ലസ് 48 പ്ലസ് സൈൻ 8x/32 plus sin 4x/16 plus x/4 plus c. This is the answer. ഇതാണ് ആൻസർ. അതായത് ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? സ്പ്ലിറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ഇതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ഇന്റഗ്രൽ രണ്ടും സെപ്പറേറ്റ്ലി ചെയ്തു. ജ്യോതിസ ക്യാമറ ഓൺ ചെയ്തേ. അപ്പോ ഇത് മാത്രം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? ഇന്റഗ്രൽ കോസ് 2x കോസ് 10x dx ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? 1/2 ഇൻറ്റു സൈൻ 12x/12 പ്ലസ് സൈൻ 8x/8 അല്ലേ കിട്ടിയേ? അതല്ലേ കിട്ടിയേ? ഇത് മാത്രം ചെയ്തപ്പോ. അപ്പൊ അതിന്റെ മാത്രം ആൻസർ ആണ്. ആ ഒരു 1/2 പുറത്തുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയത്. അതായത് ഇതിന്റെ മാത്രം ആൻസർ ആണ് ഇതെന്ന് പറയുന്നത്. ആ 1/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത് കേട്ടോ. ഈ 1/2 അല്ല, ഇതിന്റെ 1/2 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇത് സെപ്പറേറ്റ്ലി ചെയ്തു. ഇത് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇതാണ് ആൻസർ. അതായത് സൈൻ 4x/8 പ്ലസ് x/2. x ആയിരുന്നു x/2. ഇനി എന്താ നമ്മുടെ ആൻസർ? മെയിൻ ആൻസറിൽ ഒരു 1/2 പുറത്ത് കിടപ്പുണ്ട്. ഇവിടെ ഒരു 1/2 ഓൾറെഡി ഉണ്ട്. 1/2 കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. കഴിഞ്ഞോ ജ്യോതിസേ? കംപ്ലീറ്റ് ചെയ്തോ? ഇന്റഗ്രൽ സൈൻ ക്യൂബ് x cos cube x dx. ഇന്റഗ്രൽ സൈൻ ക്യൂബ് x cos cube x dx. ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ഇന്റഗ്രൽ cos cube x സൈൻ ക്യൂബ് x dx. കുഴപ്പമില്ലല്ലോ. ഇല്ല. ഇനി ഞാൻ ഈ സൈൻ ക്യൂബ് എക്സിനെ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? മാറ്റമൊന്നും ഇല്ലല്ലോ. ഇനി സൈൻ സ്ക്വയർ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാവോ? അതെങ്ങനെ കിട്ടി? നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താ? ഇസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് എന്താ? ഈക്വൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്, which is equal to integral
cos cube x into 1 minus cos square x into sin x dx. ഇങ്ങനെ എഴുതാലോ. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാണ്. ടി പുട്ട് cos x ഈക്വൽ ടു ടി. cos x നെ ഞാൻ എന്ത് വിളിക്കുക? ടി എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് എടുത്തേ. cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ഡി ടി. ഇങ്ങനെ കിട്ടുമല്ലോ. ഇനി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ cos x ടി എന്നാണ് എടുത്തത്. അപ്പോൾ cos cube x എന്തായിരിക്കും? പറ. cos x ടി. അപ്പോൾ cos cube x ടി ക്യൂബ് അല്ലേ? ടി ക്യൂബ് ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്താ? ടി സ്ക്വയർ സൈൻ എക്സ് ഡി എക്സ് എന്താ? ഡി ടി അല്ല, മൈനസ് ഡി ടി ആ. മൈനസ് സൈൻ എക്സ് ഡി എക്സ് ആണ് ഡി ടി. അപ്പോൾ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഡി ടി ആ. ആ മൈനസ് ഞാൻ പുറത്തിടുവാണേ. ഡി ടി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ടി ക്യൂബ് മൈനസ് ടി റൈസ് ടു 5 ഡി ടി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഒന്ന് ചെയ്തേ. ഏത്? അത് ആൻസർ കിട്ടാൻ വേണ്ടിട്ടാ. മറ്റതിലും ചെയ്ത് നോക്കാം. കിട്ടിയ ആൻസർ കിട്ടിയ which is equal to minus of integral. എങ്ങനെയാ ഇത് സ്പ്ലിറ്റ് ചെയ്യുക? ടി ക്യൂബ് ഡി ടി മൈനസ് ഇന്റഗ്രൽ ടി റൈസ് ടു 5 ഡി ടി which is equal to minus integral t cube എന്താ? t cube dt t raised to 4/4 minus integral t raised to 5 dt t raised to 6/6 plus c അല്ലേ? ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മൈനസ് ടി റൈസ് ടു 4/4 പ്ലസ് ടി റൈസ് ടു 6/6 പ്ലസ് സി അല്ലേ? ഇനി ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ടി എന്തായിരുന്നു? കോസ് എക്സ്. അപ്പോൾ മൈനസ് കോസ് റൈസ് ടു 4x/4 പ്ലസ് കോസ് റൈസ് ടു 6x/6 പ്ലസ് സി. വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം.
ആദ്യം മൈനസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് cos raised to 4x by 4 plus c. This is the answer. ഇതാണോ കിട്ടിയേ? കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്യട്ടോ. ജ്യോതിസ് കഴിഞ്ഞോ? ഓക്കെ. ഇന്റഗ്രൽ സൈൻ 4x സൈൻ 8x dx. പറഞ്ഞേ. 2 sin x sin y. ഇക്വേഷൻ എന്താ? പറ. വൺ ബൈ ടു സൈൻ ആണോ? കോസ് എക്സ് പ്ലസ് ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും രണ്ടുപേരും കൂടി. ആ എക്സ് മൈനസ് വൈ. ബാക്കി പറ. കോസ് എക്സ് മൈനസ് വൈ കോസ് എക്സ് മൈനസ് വൈ പ്ലസ് കോസ് എക്സ് പ്ലസ് വൈ അല്ലേ? അപ്പോൾ നമുക്കിവിടെ സൈൻ എക്സ് സൈൻ വൈ ആണുള്ളത്. സൈൻ എക്സ് സൈൻ വൈ എന്തായിരിക്കും? കോസ് എക്സ് മൈനസ് വൈ മൈനസ് ആണ് കേട്ടോ. മൈനസ് കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇങ്ങനെയാ കേട്ടോ. ഇനി ഒന്ന് ചെയ്തേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. കഴിഞ്ഞോ? Which is equal to integral cos 4x minus 8x എന്ന് പറഞ്ഞാൽ മൈനസ് 4x ആണ് വരിക. കോസ് ആയത് കാരണം 4x മൈനസ് കോസ് 8 plus 4 12 12
12x by 2 dx. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1/2 integral cos 4x dx minus integral cos 12x dx, which is equal to 1/2 cosന്റെ integral എന്താ sin 4x by 4 minus sin 12x by 12 plus c, which is equal to sin 4x by 8 minus sin 12x by 24 plus c. ഇങ്ങനെയാണോ കിട്ടിയോ ഐശ്വര്യ? കിട്ടിയോ ജ്യോതിസേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One minus cos x divided by 1 plus cos x dx. കിട്ടുന്നുണ്ടോ ഐശ്വര്യ? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ളതാണിത്. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്യാം, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്ത് നോക്ക്, അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കി അങ്ങനെ ചെയ്യാൻ പറ്റണം, അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ചെയ്യരുത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം. ഇവിടെ 1 മൈനസ് കോസ് എക്സ്, 1 മൈനസ് കോസ് എക്സിന് എങ്ങനെ എഴുതാം? എങ്ങനെയാ ചെയ്തു തുടങ്ങിയായിരുന്നോ? അറിയില്ല. 1 മൈനസ് കോസ് എക്സിന് എങ്ങനെ എഴുതാം? കോസ് 2x ഈക്വൽ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ഈ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? നോക്കാം. കോസ് 2x പ്ലസ് 1 എന്താ? 2 കോസ് സ്ക്വയർ എക്സ് അല്ലേ? ഇവിടെ നമുക്ക് വേണ്ടത് 1 പ്ലസ് കോസ് എക്സ് ആ. ഇവിടെ നമുക്ക് 1 പ്ലസ് കോസ് 2x ഉണ്ട് ഇല്ലേ? നമുക്ക് എന്ത് മതി? കോസ് 2x വേണ്ട, കോസ് എക്സ് മതി. ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ x ആയിരിക്കും. ഇവിടെ എന്താണോ അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും ഇവിടെ വരെ. അപ്പൊ നമുക്ക് വേണ്ട എന്താ? 1 പ്ലസ് കോസ് എക്സ് ആ വേണ്ടേ. അതെന്തായിരിക്കും? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, ഇത് ഒരെണ്ണം, ഇത് ഡിനോമിനേറ്റർ. ഇനി നോക്കാം 1 മൈനസ് കോസ് എക്സ്. വേറൊരു ഇക്വേഷൻ ആണ് കോസ് 2x ഈക്വൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഇങ്ങനൊരു ഇക്വേഷൻ ഇല്ലേ? നമുക്ക് വേണ്ട എന്താ? 1 മൈനസ് കോസ് എക്സ്. അപ്പൊ എന്ത് ചെയ്യാം? ഈ മൈനസ് 2 സൈൻ സ്ക്വയർ എക്സിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇറ്റ് വിൽ ചേഞ്ച് ടു 2 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ 1 മൈനസ് കോസ് 2x. നമുക്ക് വേണ്ടത് 1 മൈനസ് കോസ് എക്സ്. 1 മൈനസ് കോസ് എക്സ് എന്തായിരിക്കും? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. കിട്ടിയോ? ഇനി അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഡി എക്സ്. 2 ക്യാൻസൽ ചെയ്യാം, ഈക്വൽ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2 ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ഡി എക്സ്. ഇനി ഈ ടാൻ സ്ക്വയർ എക്സ് ബൈ 2 നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ടാൻ സ്ക്വയർ എക്സിന്റെ ഇക്വേഷൻ എന്താ? ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ സീക് സ്ക്വയർ എക്സ് മൈനസ് 1 അല്ലെ? അപ്പൊ ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്താ? ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 1 dx
അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇന്റഗ്രൽ sec സ്ക്വയർ എക്സ് ബൈ ടു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 1 ഡി എക്സ്. എന്താ ഇന്റഗ്രൽ sec സ്ക്വയർ എക്സ് ബൈ ടു? ആ sec സ്ക്വയർ എക്സ് എന്താ? ടാൻ എക്സ് ആണ്. അപ്പൊ sec സ്ക്വയർ എക്സ് ബൈ ടു എന്താ? ടാൻ എക്സ് ബൈ ടു. കഴിഞ്ഞോ? അത്രേ ഉള്ളോ? ഡിവൈഡഡ് ബൈ 1/2. sec സ്ക്വയർ എക്സിന്റെ ടാൻ സ്ക്വയർ എക്സ്. ഇനി എക്സ് ബൈ ടുവിന്റെ ഡെറിവേറ്റീവ്, എക്സ് ബൈ ടുന്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണ്ടേ? സോ ഡിവൈഡഡ് വിത്ത് 1/2 മൈനസ് ഇന്റഗ്രൽ 1 ഡി എക്സ് എക്സ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 2 ടാൻ എക്സ് ബൈ ടു മൈനസ് എക്സ് പ്ലസ് സി. ദിസ് ഈസ് ദി ആൻസർ. പേരെന്തായിരുന്നു? തനിഷ. അസീസി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറയുന്നത്? കഴിഞ്ഞ 1-2 ക്ലാസ്, ഒരു ക്ലാസ്സിലല്ലേ വന്നിട്ടുള്ളത്? അത് കഴിഞ്ഞിട്ട് പനി പിടിച്ച, മടി പിടിച്ച. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. സ്പെഷ്യൽ ക്ലാസ് എത്ര മണി വരെ ഉണ്ട്? ഇപ്പൊ 4 മണി വരെ. അപ്പൊ ഇത്ര മണി വരെ ക്ലാസ് സ്കൂളില്? നോർമൽ 2:30. 8 8 to 2:30. പോർഷൻസ് കഴിഞ്ഞോ? ഫുള്ള് കഴിഞ്ഞു? എല്ലാ സബ്ജക്ട്സും കഴിഞ്ഞു? ആ കഴിഞ്ഞോ?
ജ്യോതിസ് കഴിഞ്ഞോ? Next question. Integral cos x divided by 1 plus cos x dx. Integral cos x divided by 1 plus cos x dx. എങ്ങനെയാ ചെയ്യാ? 1 plus cos x നെ എങ്ങനെ എഴുതാന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി cos x നെയോ? cos 2x ന്റെ വേറൊരു ഇക്വേഷൻ ആണ് cos square x minus sin square x. ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? cos 2x ന്റെ ഇക്വേഷൻ cos square x minus sin square x. അങ്ങനെയാണെങ്കിൽ cos x ന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടെ 2x വരുമ്പോൾ ടേക്ക് ദ ഹാഫ് ഓഫ് ദ ആംഗിൾ അല്ലേ? അപ്പൊ ഇവിടെ x ആണ്, x ന്റെ ഹാഫ് എത്രയാ? x by 2. cos square x by 2 minus sin square x by 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, which is equal to integral cos square x by 2 minus sin square x by 2 divided by 1 plus cos x എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? 2 cos square x by 2 dx. ഇനി എന്ത് ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഇവിടെ ഒരു 2 ഇല്ലേ? 2 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? ഈ 1/2 നമുക്ക് പുറത്തെടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എടുത്താലും മതി, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ 1/2 പുറത്തെടുത്തു. ഇന്റഗ്രൽ എനിക്കിനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാലോ. ഇതിനെ cos square x by 2 by cos square x by 2 minus sin square x by 2 by cos square x by 2 ഇങ്ങനെ എഴുതാലോ, കുഴപ്പമില്ലല്ലോ. ഇനി which is equal to 1/2 integral cos square x by 2 by cos square x by 2 1 minus sin square x by 2 by cos square x by 2 tan square x by 2 dx. Okay, ഇനി എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം, which is equal to 1/2 into integral 1 dx minus integral tan square x by 2 dx. പറഞ്ഞേ, ഇന്റഗ്രൽ 1 dx എന്താ? x മൈനസ് ഇന്റഗ്രൽ tan square x by 2 dx നമ്മളിപ്പോ ചെയ്തു. sec square x by 2 minus 1 dx which is equal to 1/2 into x minus sec square x by 2 dx. ഇന്റഗ്രൽ sec square x by 2 എന്താ? tan x by 2 minus integral 1 dx x plus c അല്ലേ? ഇനി ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? 1/2 into x minus tan x by 2 plus x plus c അല്ലേ? which is equal to x plus x എന്താ? 2x by 2 x minus tan x by 2 by 2 plus c ഇതല്ലേ കിട്ടുക? x minus tan x by 2 by 2 plus c. ശരിയാണ്. tan x by 2 divided by 1/2 അതായത് 2 tan x by 2 അല്ലേ? ഇനി 2 ഉം 2 ഉം ക്യാൻസൽ ആയി tan x by 2 ശരിയാണ്.
കഴിഞ്ഞോ? കഴിഞ്ഞോ ജ്യോതിസേ? Integral sine raised to 4x dx. Integral sine raised to 4x dx. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാമല്ലോ. ഇനി സൈൻ സ്ക്വയർ എക്സ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് വെച്ചിട്ട് പറ. കോസ് 2x എന്ന് പറയുന്നത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. കോസ് 2x കുറെ ഇക്വേഷൻസ് ഉണ്ട്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ഉണ്ട്, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് അതുണ്ട്. അപ്പൊ നമുക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ ചൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ആണ് വേണ്ടത്. അപ്പോൾ 2 സൈൻ സ്ക്വയർ എക്സിന്റെ ഇക്വേഷൻ എന്താ? 1 മൈനസ് കോസ് 2x അല്ലേ? നമുക്ക് സൈൻ സ്ക്വയർ എക്സ് മതി, which is equal to 1 minus cos 2x by 2. ഓക്കെ, ഇതിവിടെ അപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? 1 minus cos 2x by 2 into 1 minus cos 2x by 2 dx. ഓക്കെ, ഇനി 1 by 2 by 2 into by 2 എത്രയാ? 1 by 4 നമുക്ക് പുറത്തെടുക്കാം. ഇന്റഗ്രൽ 1 minus cos 2x into 1 minus cos 2x dx അല്ലേ? ഇതെന്ന് പറയുന്നത് എന്താ? 1 by 4 into ഇന്റഗ്രൽ 1 minus cos 2x the whole square dx. ഇതെന്ന് പറഞ്ഞാൽ a minus b the whole square വെച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. അപ്പൊ എന്ത് കിട്ടും? ഇന്റഗ്രൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2 into 1 into cos 2x മൈനസ് 2 cos 2x പ്ലസ് cos സ്ക്വയർ 2x dx അല്ലേ? ബാക്കി ചെയ്യാമല്ലോ, ചെയ്തേ. അത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. അത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ആൻസർ കറക്റ്റ് ആയാൽ മതി. അപ്പൊ വേണമെങ്കിൽ സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സിന് എടുക്കാം. ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പൊ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താകും? 1 മൈനസ് കോസ്, ഇപ്പൊ സൈൻ സ്ക്വയർ എക്സിന് വേണമെങ്കിൽ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എഴുതാമല്ലോ. ആ രണ്ടെണ്ണല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത് സൈൻ സ്ക്വയർ. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ അല്ലേ? അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ. പിന്നെ നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ കോസ് റേസ്റ്റ് 4x ഒക്കെ വരും. മനസ്സിലായത്? നമുക്ക് പിന്നെയും ബുദ്ധിമുട്ടാണ്. അപ്പൊ വീണ്ടും നമ്മൾ കോസ് റേസ്റ്റ് 4x കോസ് സ്ക്വയർ ഉണ്ട്, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, ആൻസർ കിട്ടിയാൽ മതി കേട്ടോ.
കഴിഞ്ഞോ? ഏതാ കോസ് സ്ക്വയർ ടു എക്സ്? കിട്ടിയോ? ശരിയാ, കോസ് സ്ക്വയർ ടു എക്സ് ആണ് കേട്ടോ. കോസ് സ്ക്വയർ ടു എക്സ് ആണ്. അപ്പൊ വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തണം. കോസ് സ്ക്വയർ എക്സ് ആണെങ്കിൽ എന്താ വരാ? ആ, കോസ് ടു എക്സ് പ്ലസ് 1/2. ഇവിടെ കോസ് സ്ക്വയർ എക്സ് അല്ല, കോസ് സ്ക്വയർ ടു എക്സ് ആണ്. കിട്ടിയാ? ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 1/4 ഇന്റഗ്രൽ 1 dx മൈനസ് ഇന്റഗ്രൽ 2 cos 2x dx പ്ലസ് ഇന്റഗ്രൽ cos സ്ക്വയർ 2x dx. ഓക്കെ, ഇനി എന്താ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് വേറെ ചെയ്യാൻ? ഇതെന്താ കിട്ടിയേ? ഇന്റഗ്രൽ 2 cos 2x dx. എങ്ങനെയാ ചെയ്തേ? പറ. സൈൻ 2x sin 2x/2 അല്ലേ? പിന്നെ ഇന്റഗ്രൽ cos സ്ക്വയർ 2x dx ആ. സോൾവിങ് സെപ്പറേറ്റ്ലി ഇന്റഗ്രൽ cos സ്ക്വയർ 2x dx നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം cos 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 cos സ്ക്വയർ x മൈനസ് 1 ആണ് അല്ലേ? സോ നമുക്കിവിടെ cos സ്ക്വയർ, അപ്പോ cos സ്ക്വയർ x എന്തായിട്ട് വരും? cos 2x പ്ലസ് 1/2 അല്ലേ? നമുക്കിവിടെ cos സ്ക്വയർ x അല്ല വേണ്ടത്, cos സ്ക്വയർ 2x ആ വേണ്ടത്. എന്താ cos സ്ക്വയർ 2x? ഇവിടെ x ആണെങ്കിൽ ഇവിടെ 2x വരണം. ഇവിടെ x ആണെങ്കിൽ അതിന് ട്വൈസ് ആ ഇവിടെ വരണ്ടേ. ആ, അപ്പൊ ഇവിടെ cos സ്ക്വയർ 2x. അപ്പൊ cos 4x പ്ലസ് 1/2 കിട്ടിയോ? which is equal to integral cos square 4x plus 1 dx 1/2, which is equal to 1/2 cos 4x. Integral cos 4x dx എന്താ? കോസിന്റെ ഇന്റഗ്രൽ എന്താ? sin 4x/4 പ്ലസ് എക്സ് പ്ലസ് ഇതിനെ c1 എന്നോ ഇതിലും വിളിക്കാം. ഇനി നമ്മൾ ഇത് ചെയ്യാം, which is equal to 1/4 ഇന്റഗ്രൽ 1 dx എന്താ? x മൈനസ് 2 ഇന്റഗ്രൽ cos 2x dx എന്താ? sin 2x/2 പ്ലസ് ഇന്റഗ്രൽ cos സ്ക്വയർ 2x എന്ന് പറയുന്നത് 1/2 ഇൻറ്റു sin 4x/4 പ്ലസ് എക്സ് പ്ലസ് സി. ഞാൻ ഈ സൈഡ് റബ്ബ് ചെയ്തോട്ടെ. കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we will get 1/4 ഇൻറ്റു ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു x/2 ഉണ്ട് അല്ലേ? x പ്ലസ് x/2 എന്താ? 3x/2 അല്ലേ? മനസ്സിലായോ? ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x/2 കിട്ടും. ഇവിടെ ഒരു എക്സ് ഉണ്ട്, x പ്ലസ് x/2 എന്ന് പറയുന്നത് 3x/2 ആണ്. പുറത്തൊരു 1/4 ഉണ്ട്, അപ്പൊ 3x/8 അല്ലേ?
3x by 8 minus ഇവിടെ 2 sin 2x by 2 ആണ് 2 ക്യാൻസൽ ചെയ്യാം sin 2x by 4 plus sin 4x by ഇവിടെ ഒരു 1 by 2 ഉണ്ട് അപ്പോൾ 4 into 8 8 into 4 32 plus c. This is the answer. ഇതാണോ കിട്ടിയേ? കിട്ടിയില്ല. കറക്റ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 11 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 ഉം 13 ഉം ഹോംവർക്ക് ആണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായി ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻഡ് 6. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 4, 6, 11, 30. 7.3. കഴിഞ്ഞോ? ഇന്നത്തെ പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കുഴപ്പമില്ല.